ഇന്ന് ഇവിടെ ഒരു വറുത്തരച്ച മഷ്റൂം കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഒരു അര സവാള, ഒരു 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ തേങ്ങയും വറ്റൽമുളകും, എരിവിന് വേണ്ടി വറ്റൽമുളക് ഇട്ടിരിക്കുന്നത്, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുത്ത വറ്റൽമുളകാണ്. ഇതാണ് ഞാൻ ചേർക്കുന്നത്, അല്ലാതെ വേറെ ഒരു എരിവും ഇതിൽ ചേർക്കുന്നില്ല. ഒരു 2 പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവി കയറ്റിയതാണ് ഈ മഷ്റൂം. ഇതിനകത്ത് ഞാൻ കുരുമുളകും ഒരു ലേശം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വറുത്തരച്ച തേങ്ങയും വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ അരച്ചെടുക്കുന്നു. 2-3 ഉലുവയും കടുക്, വറ്റൽമുളക്, അര സവാള വഴറ്റിയെടുക്കുന്നു. സവാള നന്നായിട്ട് വഴണ്ട് വരണമെങ്കിൽ കുറച്ച് പൊടിയിപ്പൂടെ ചേർത്ത് കൊടുക്കുന്നു. ചെറിയ ബ്രൗൺ കളറാകുന്നത് വരെ ഈ അര സവാള നന്നായിട്ട് വഴട്ടിയെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. മഷ്റൂം ആയതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. ചെറുതായിട്ട് എണ്ണയിൽ കിടന്ന് വഴണ്ട് വരണം. ആ വഴണ്ട് വരുന്ന സവാളയിലേക്ക് ഞാൻ മഷ്റൂം കുമിള് ഇട്ട് കൊടുക്കുന്നു. നല്ലവണ്ണം ഇത് എണ്ണയിൽ കിടന്ന് വഴണ്ട് വരണം. അതിനും കൂടെ ഇടുന്നത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത് നല്ല രുചിയേറിയതുമാണ്. ഇതിലിടുമ്പോൾ കുറച്ചുകൂടെ ഒരു മണവും വരും. നമ്മളെ മല്ലിയിലയെ കാട്ടി കുറച്ചുകൂടെ നല്ലതാണ് ഈ ആഫ്രിക്കൻ മല്ലിയില. ആ ഇലയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറുത്ത തേങ്ങ, ഒരു കുറച്ചേ ഞാൻ തേങ്ങ എടുത്ത് ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. മൂടി തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് കറി വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ വഴട്ടി വേണമെങ്കിലും എടുക്കാം. തേങ്ങ വറുത്തരച്ച കൂൺ കറി റെഡി.